2 ദിനവൃത്താന്തം അധ്യായം 9. ശേബാരാജ്ഞി ശലോമോന്റെ കീർത്തി കേട്ടിട്ട് കടമൊഴികളാൽ ശലോമോനെ പരീക്ഷിക്കേണ്ടതിന് അതിമഹത്തായ പരിവാരത്തോടും സുഗന്ധവർഗവും അനവധി പൊന്നും രത്നവും ചുമന്ന ഒട്ടകങ്ങളോടും കൂടെ യെരൂശലേമിൽ വന്നു. അവൾ ശലോമോന്റെ അടുക്കൽ വന്ന ശേഷം തന്റെ മനോരഥമൊക്കെയും അവനോട് പ്രസ്താവിച്ചു. അവളുടെ സകല ചോദ്യങ്ങൾക്കും ശലോമോൻ സമാധാനം പറഞ്ഞു. സമാധാനം പറവാൻ കഴിയാതെ ഒന്നും ശലോമോന് മറപൊരുളായിരുന്നില്ല. ശേബാരാജ്ഞി ശലോമോന്റെ ജ്ഞാനവും അവൻ പണിത അരമനയും അവന്റെ മേശയിലെ ഭക്ഷണവും അവന്റെ ഭൃത്യന്മാരുടെ ഇരിപ്പും അവന്റെ ശുശ്രൂഷകന്മാരുടെ നിലയും അവരുടെ ഉടുപ്പും അവന്റെ പാനപാത്രവാഹകന്മാരെയും അവരുടെ ഉടുപ്പിനെയും യഹോവയുടെ ആലയത്തിലേക്കുള്ള അവന്റെ എഴുന്നള്ളത്തും കണ്ടിട്ട് അമ്പരന്നുപോയി. അവൾ രാജാവിനോട് പറഞ്ഞതെന്തെന്നാൽ, നിന്റെ കാര്യങ്ങളെയും ജ്ഞാനത്തെയും കുറിച്ച് ഞാൻ എൻ്റെ ദേശത്ത് വെച്ച് കേട്ട വർത്തമാനം സത്യം തന്നെ. ഞാൻ വന്ന് സ്വന്തം കണ്ണുകൊണ്ട് കാണും വരെ ആ വർത്തമാനം വിശ്വസിച്ചില്ല. എന്നാൽ നിന്റെ ജ്ഞാനമാഹാത്മ്യത്തിൻ്റെ പാതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ കേട്ട കേൾവിയേക്കാൾ നീ ശ്രേഷ്ഠനാകുന്നു. നിന്റെ ഭാര്യമാർ ഭാഗ്യവതികൾ. നിന്റെ മുൻപിൽ എല്ലായ്പ്പോഴും നിന്ന് നിന്റെ ജ്ഞാനം കേൾക്കുന്ന ഈ നിന്റെ ഭൃത്യന്മാരും ഭാഗ്യവാന്മാർ. നിന്റെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി രാജാവായിട്ട് തൻ്റെ സിംഹാസനത്തിൽ നിന്നെ ഇരുത്തുവാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്ന നിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. നിന്റെ ദൈവം ഇസ്രായേലിനെ എന്നേക്കും നിലനിൽക്കുമാറാക്കേണ്ടതിന് അവരെ സ്നേഹിച്ചതുകൊണ്ട് നീതിയും ന്യായവും നടത്തുവാൻ നിന്നെ അവർക്ക് രാജാവാക്കിയിരിക്കുന്നു. അവൾ രാജാവിന് 120 താലന്ത് പൊന്നും അനവധി സുഗന്ധവർഗവും രത്നവും കൊടുത്തു. ശേബാരാജ്ഞി ശലോമോൻ രാജാവിന് കൊടുത്തതുപോലെയുള്ള സുഗന്ധവർഗം പിന്നെ ഉണ്ടായിട്ടില്ല. ഓഫീരിൽ നിന്ന് പൊന്നു കൊണ്ടുവന്ന ഹൂരാമിന്റെ ദാസന്മാരും ശലോമോന്റെ ദാസന്മാരും ചന്ദനവും രത്നവും കൊണ്ടുവന്നു. രാജാവ് ചന്ദനമരം കൊണ്ട് യഹോവയുടെ ആലയത്തിനും രാജധാനിക്കും അഴികളും സംഗീതക്കാർക്ക് കിന്നരങ്ങളും വീണകളും ഉണ്ടാക്കി. ഈ വക പണ്ട് യഹൂദാദേശത്ത് അശേഷം കണ്ടിട്ടില്ല. ശേബാരാജ്ഞി രാജാവിന് കൊണ്ടുവന്നതിൽ പരമായി അവൾ ആഗ്രഹിച്ചതും ചോദിച്ചതുമൊക്കെയും ശലോമോൻ രാജാവ് അവൾക്ക് കൊടുത്തു. അങ്ങനെ അവൾ തൻ്റെ ഭൃത്യന്മാരുമായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. സഞ്ചാര വ്യാപാരികളും കച്ചവടക്കാരും കൊണ്ടുവന്നത് കൂടാതെ ശലോമോന് ഓരോ ആണ്ടിൽ വന്നിരുന്ന പൊന്നിന്റെ തൂക്കം 666 താലന്തായിരുന്നു. അരാബ്യ രാജാക്കന്മാരൊക്കെയും ദേശാധിപതിമാരും ശലോമോന് പൊന്നും വെള്ളിയും കൊണ്ടുവന്നു. ശലോമോൻ രാജാവ് പൊൻപലക കൊണ്ട് 200 വൻപരിചയുണ്ടാക്കി. ഓരോ പരിചയ്ക്ക് 600 ശേക്കെൽ പൊൻപലക ചെലവായി. അവൻ പൊൻപലക കൊണ്ട് 300 ചെറുപരിചയും ഉണ്ടാക്കി. ഓരോ ചെറുപരിചയ്ക്ക് 300 ശേക്കെൽ പൊന്ന് ചെലവായി. രാജാവ് അവയെ ലെബാനോൻ വനഗ്രഹത്തിൽ വെച്ചു. രാജാവ് ദന്തം കൊണ്ട് ഒരു വലിയ സിംഹാസനമുണ്ടാക്കി തങ്കം കൊണ്ട് പൊതിഞ്ഞു. സിംഹാസനത്തോട് ചേർത്തുറപ്പിച്ചതായി 6 പതനവും പൊന്നുകൊണ്ട് ഒരു പാദപീഠവും ഉണ്ടായിരുന്നു. ഇരിപ്പിടത്തിന്റെ ഇരുഭാഗത്തും ഓരോ കൈത്താങ്ങലും കൈത്താങ്ങലിനരികെ നിൽക്കുന്ന 2 സിംഹവും ഉണ്ടായിരുന്നു. 6 പതനത്തിൽ ഇപ്പുറത്തും അപ്പുറത്തുമായി 12 സിംഹം നിന്നിരുന്നു. ഒരു രാജ്യത്തും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ശലോമോൻ രാജാവിന്റെ സകല പാനപാത്രങ്ങളും പൊന്നുകൊണ്ടും ലെബാനോൻ ഗ്രഹത്തിലെ ഉപകരണങ്ങളൊക്കെയും തങ്കം കൊണ്ടുമായിരുന്നു. വെള്ളിക്ക് ശലോമോന്റെ കാലത്ത് വിലയില്ലായിരുന്നു. രാജാവിന്റെ കപ്പലുകളെ ഹൂരാമിന്റെ ദാസന്മാരോടുകൂടെ തർശീഷിലേക്ക് അയച്ചിരുന്നു. 3 ആണ്ടിലൊരിക്കൽ തർശീഷ് കപ്പലുകൾ പൊന്ന്, വെള്ളി, ആനക്കൊമ്പ്, കുരങ്ങ്, മയിൽ എന്നിവയെ കൊണ്ടുവന്നു. ഇങ്ങനെ ശലോമോൻ രാജാവ് ഭൂമിയിലെ സകല രാജാക്കന്മാരിലും വെച്ച് ധനം കൊണ്ടും ജ്ഞാനം കൊണ്ടും മികച്ചവനായിരുന്നു. ദൈവം ശലോമോന്റെ ഹൃദയത്തിൽ കൊടുത്ത ജ്ഞാനം കേൾപ്പാൻ ഭൂമിയിലെ സകല രാജാക്കന്മാരും അവന്റെ മുഖദർശനം അന്വേഷിച്ചു വന്നു. അവരിൽ ഓരോരുത്തനും ആണ്ടുതോറും താന്താന്റെ കാഴ്ചയായിട്ട് വെള്ളിപ്പാത്രം, പൊൻപാത്രം, വസ്ത്രം, ആയുധം,
സുഗന്ധവർഗം, കുതിര, കോവർ കഴുത എന്നിവയെ കൊണ്ടുവന്നു. ശലോമോന് കുതിരകൾക്കും രഥങ്ങൾക്കും 4000 ലായവും 12000 കുതിരച്ചേവകരുമുണ്ടായിരുന്നു. അവരെ അവൻ രഥനഗരങ്ങളിലും യെരൂശലേമിൽ രാജാവിൻ്റെ അടുക്കലും പാർപ്പിച്ചിരുന്നു. അവൻ നദി മുതൽ ഫെലിസ്ത്യദേശം വരെയും മിസ്രയീമിൻ്റെ അതിർത്തി വരെയുമുള്ള സകല രാജാക്കന്മാരുടെ മേലും വാണു. രാജാവ് യെരൂശലേമിൽ വെള്ളിയെ പെരുപ്പം കൊണ്ട് കല്ലുപോലെയും ദേവദാരുവിനെ താഴ്വീതിയിലെ കാട്ടത്തിമരം പോലെയും ആക്കി. മിസ്രയീമിൽ നിന്നും സകല ദേശങ്ങളിൽ നിന്നും ശലോമോന് കുതിരകളെ വാങ്ങിക്കൊണ്ടുവരും. ശലോമോന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ആദ്യാവസാനം നാഥാൻ പ്രവാചകന്റെ വൃത്താന്തത്തിലും ശീലോന്യനായ അഹിയാവിന്റെ പ്രവാചകത്തിലും നെബാത്തിന്റെ മകനായ യൊരോബെയാമിനെ പറ്റിയുള്ള ഇദ്ദോ ദർശകന്റെ ദർശനങ്ങളിലും എഴുതിയിരിക്കുന്നുവല്ലോ. ശലോമോൻ യെരൂശലേമിൽ എല്ലാ ഇസ്രായേലിനും 40 സംവത്സരം രാജാവായിരുന്നു. പിന്നെ ശലോമോൻ തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവനെ തൻ്റെ അപ്പനായ ദാവീദിന്റെ നഗരത്തിൽ അടക്കം ചെയ്തു. അവന്റെ മകനായ രെഹബെയാം അവനു പകരം രാജാവായി. 2 ദിനവൃത്താന്തം അധ്യായം 10. രെഹബെയാമിനെ രാജാവാക്കേണ്ടതിന് ഇസ്രായേലെല്ലാം ശേഖേമിൽ വന്നിരുന്നതുകൊണ്ട് അവനും ശേഖേമിൽ ചെന്നു. എന്നാൽ ശലോമോൻ രാജാവിന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി മിസ്രയീമിൽ പാർത്തിരുന്ന നെബാത്തിന്റെ മകനായ യൊരോബെയാം അത് കേട്ടിട്ട് മിസ്രയീമിൽ നിന്ന് മടങ്ങി വന്നു. അവർ ആളെ അയച്ചു അവനെ വിളിപ്പിച്ചു. യൊരോബെയാമും എല്ലാ ഇസ്രായേലും വന്ന് രെഹബെയാമിനോട്, നിന്റെ അപ്പൻ ഭാരമുള്ള നുകം ഞങ്ങളുടെ മേൽ വെച്ചു. ആകയാൽ നിന്റെ അപ്പന്റെ കഠിനവേലയും അവൻ ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന ഭാരമുള്ള നുകവും നീ ഭാരം കുറച്ചു തരേണം. എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു. അവൻ അവരോട്, 3 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ അടുക്കൽ വരുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ ജനം പോയി. രെഹബെയാം രാജാവ് തൻ്റെ അപ്പനായ ശലോമോൻ ജീവനോടിരിക്കുമ്പോൾ അവന്റെ സന്നിധിയിൽ നിന്നിരുന്ന വൃദ്ധന്മാരോട് ആലോചിച്ചു, ഈ ജനത്തോട് ഉത്തരം പറയേണ്ടതിന് നിങ്ങൾ എന്താലോചന പറയുന്നു എന്ന് ചോദിച്ചു. അതിന് അവർ അവനോട്, നീ ജനത്തോട് ദയ കാണിച്ച് അവരെ പ്രസാദിപ്പിച്ച് അവരോട് നല്ല വാക്ക് പറഞ്ഞാൽ അവർ എന്നും നിനക്ക് ദാസന്മാരായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ വൃദ്ധന്മാർ തന്നോട് പറഞ്ഞ ആലോചന അവൻ ത്യജിച്ചു. തന്നോടുകൂടെ വളർന്നവരായി തൻ്റെ മുൻപിൽ നിൽക്കുന്ന യൗവനക്കാരോട് ആലോചിച്ചു, നിന്റെ അപ്പൻ ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന നുകം ഭാരം കുറച്ചു തരേണം എന്നിങ്ങനെ എന്നോട് സംസാരിച്ചിട്ടുള്ള ഈ ജനത്തോട് നാം ഉത്തരം പറയേണ്ടതിന് നിങ്ങൾ എന്താലോചന പറയുന്നു എന്നവരോട് ചോദിച്ചു. അവനോടുകൂടെ വളർന്നിരുന്ന യൗവനക്കാർ അവനോട്, നിന്റെ അപ്പൻ ഭാരമുള്ള നുകം ഞങ്ങളുടെ മേൽ വെച്ചു, നീ അത് ഭാരം കുറച്ചു തരേണം എന്ന് നിന്നോട് പറഞ്ഞ ജനത്തോട്, എൻ്റെ ചെറുവിരൽ എൻ്റെ അപ്പൻ്റെ അരയേക്കാൾ വണ്ണമുള്ളതായിരിക്കും. എൻ്റെ അപ്പൻ നിങ്ങളുടെ മേൽ ഭാരമുള്ള നുകം വെച്ചിരിക്കെ ഞാൻ നിങ്ങളുടെ നുകത്തിന് ഭാരം കൂട്ടും. എൻ്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടി കൊണ്ട് ദണ്ഡിപ്പിച്ചു, ഞാനോ നിങ്ങളെ തേളിനെ കൊണ്ട് ദണ്ഡിപ്പിക്കും എന്നിങ്ങനെ നീ ഉത്തരം പറയണമെന്ന് പറഞ്ഞു. 3-ാം ദിവസം വീണ്ടും എൻ്റെ അടുക്കൽ വരുവീൻ എന്ന് രാജാവ് പറഞ്ഞതുപോലെ യൊരോബെയാമും സകല ജനവും 3-ാം ദിവസം രെഹബെയാമിൻ്റെ അടുക്കൽ വന്നു. എന്നാൽ രാജാവ് അവരോട് കഠിനമായിട്ട് ഉത്തരം പറഞ്ഞു. രെഹബെയാം രാജാവ് വൃദ്ധന്മാരുടെ ആലോചന ത്യജിച്ചു. യൗവനക്കാരുടെ ആലോചന പ്രകാരം അവരോട്, എൻ്റെ അപ്പൻ ഭാരമുള്ള നുകം നിങ്ങളുടെ മേൽ വെച്ചു, ഞാനോ അതിന് ഭാരം കൂട്ടും. എൻ്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടി കൊണ്ട് ദണ്ഡിപ്പിച്ചു, ഞാനോ തേളിനെ കൊണ്ട് നിങ്ങളെ ദണ്ഡിപ്പിക്കും എന്നുത്തരം പറഞ്ഞു. ഇങ്ങനെ രാജാവ് ജനത്തിൻ്റെ അപേക്ഷ കേട്ടില്ല. യഹോവ ശീലോന്യനായ അഹിയ മുഖാന്തരം നെബാത്തിന്റെ മകനായ യൊരോബെയാമിനോട് അരുളി ചെയ്ത വചനം നിവൃത്തിയാകേണ്ടതിന് ഈ കാര്യം ദൈവഹിതത്താൽ സംഭവിച്ചു. രാജാവ് തങ്ങളുടെ അപേക്ഷ കേൾക്കയില്ല എന്നെല്ലാ ഇസ്രായേലും കണ്ടപ്പോൾ ജനം രാജാവിനോട്, ദാവീദിങ്കൽ ഞങ്ങൾക്ക് എന്ത് ഓഹരിയുള്ളൂ? ഇശായിയുടെ പുത്രങ്കൽ ഞങ്ങൾക്ക് അവകാശമില്ലല്ലോ. ഇസ്രായേലേ,
ഓരോരുത്തൻ താന്താൻ്റെ കൂടാരത്തിലേക്ക് പൊയ്ക്കൊള്ളുവീൻ. ദാവീദേ, നിന്റെ ഗ്രഹം നോക്കിക്കൊള്ളുക എന്നുത്തരം പറഞ്ഞു. ഇസ്രായേലൊക്കെയും തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോയി. യഹൂദ നഗരങ്ങളിൽ പാർത്തിരുന്ന ഇസ്രായേല്യർക്കോ രെഹബെയാം രാജാവായി തീർന്നു. പിന്നെ രെഹബെയാം രാജാവ് ഊഴിയവേലയ്ക്ക് മേൽവിചാരകനായ ഹദോരാമിനെ അയച്ചു. എന്നാൽ ഇസ്രായേല്യർ അവനെ കല്ലെറിഞ്ഞു കൊന്നുകളഞ്ഞു. രെഹബെയാം രാജാവ് വേഗത്തിൽ രഥം കയറി യെരൂശലേമിലേക്ക് ഓടിപ്പോയി. ഇങ്ങനെ ഇസ്രായേൽ ഇന്ന് വരെ ദാവീദ് ഗൃഹത്തോട് മത്സരിച്ചു നിൽക്കുന്നു.